അപ്പോൾ ചന്ദ്രികയിൽ അലീന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും നമ്മുടെ ചന്ദ്രികയിൽ അലീന ചന്ദ്രാന്തത്തിലെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഏത് സമയം വേണോ മഹേശ്വരന്റെ ആ ഒരു രഹസ്യം പുറത്താകും എന്നൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. പക്ഷെ ഈ ഒരു രഹസ്യം പുറത്താകാതിരിക്കാൻ വേണ്ടിയിട്ട് നന്ദയും മഹേശ്വരനൊക്കെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എതിർവശത്ത് നിന്ന് നമ്മൾ പിങ്കിയും മോഹിനിയും എന്താണ് അത്, എന്തൊക്കെ ഇവർ മറയ്ക്കുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും ഇന്ത്യവരത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ത്യവരത്തിലോട്ട് സുജാതയെ കൊണ്ടുവന്നു. പക്ഷേ അത് നന്ദയും ഗൗതമൊക്കെ പറയുന്നുണ്ട് സുജാതയെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോം നഴ്സ് വരുമെന്ന്. പക്ഷേ ലക്ഷ്മിക്ക് അത് സാധിക്കത്തില്ല. ലക്ഷ്മി പറയുന്നുണ്ട് സുജാതയെ നല്ലപോലെ സ്നേഹത്തോടെ പരിപാലിച്ചാൽ മാത്രമേ ആ അസുഖം മാറത്തുള്ളൂ, അതുകൊണ്ട് കൂടെ ഇരുന്ന് ഞാൻ പരിപാലിക്കാമെന്നും സുജാത പാവം ഒരാളാണ്, ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഞാൻ അവളെ അടുത്തിരുന്ന് പരിപാലിപ്പിച്ച് സുഖപ്പെടുത്തി എടുക്കും എന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട്. അങ്ങനെ ലക്ഷ്മിക്ക് സുജാതയോടുള്ള ഒരു സ്നേഹവും സുജാതയ്ക്ക് ലക്ഷ്മിയോടുള്ള ഒരു സ്നേഹമൊക്കെ കാണുമ്പോൾ തന്നെ നല്ല നമുക്ക് സങ്കടം വന്നാണ് നന്ദി നിൽക്കുന്നത്. അത് മാത്രമല്ല ലക്ഷ്മി ഇത്രത്തോളം അടുപ്പം കാണിക്കുന്നത് കണ്ടിട്ട് സുജാതയ്ക്ക് ഭയങ്കര സങ്കടം വന്നു. പക്ഷെ ഇതെല്ലാം അവരുടെ ഈ ഒരു സ്നേഹമൊക്കെ കണ്ടതിന് ശേഷം ലക്ഷ്മി ഒരു സത്യമൊന്നും അറിയാതെയാണ് ഇങ്ങനെ ഒരു സ്നേഹം കാണിക്കുന്നത് എന്നൊക്കെ ആലോചിച്ച് മഹേശ്വരൻ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മഹേശ്വരൻ ഒരുപാട് സങ്കടമായി. അങ്ങനെ മഹേശ്വരൻ പൊട്ടി കരയുവാണ്. എന്നാൽ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ മോഹിനിയും പിങ്കിയൊക്കെ ഭയങ്കര ഒരു ഗൂഢാലോചന തുടങ്ങിയിട്ടുണ്ട്. പിങ്കി മോഹിനിയോട് പറയുന്നുണ്ട് എനിക്ക് എന്തൊക്കെയോ ചെറിയ ചെറിയ സംശയങ്ങൾ തോന്നുന്നുണ്ട്. കാരണം ഇതുവരെ ഇല്ലാത്ത ഒരു മാറ്റമാണ് മഹേശ്വരന് അച്ഛനിൽ കാണുന്നത്. പെട്ടെന്നുള്ള സ്വഭാവ മാറ്റവും പിന്നെ നന്ദയോടൊക്കെയുള്ള ഒരു സ്നേഹവും പിന്നെ ഗാഥയും സുജാത ഇതുവരെ പോയി കണ്ടിട്ട് പോലുമില്ല, അവർ വന്നിട്ട് പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ അവരോടുള്ള ഈ ഒരു അവരെ കാണുമ്പോൾ തന്നെ എന്തോ ഒരു ടെൻഷനൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയോ ഒരു രഹസ്യം ഇവർ തമ്മിൽ മറയ്ക്കുന്നുണ്ട് എന്ന് ഉറപ്പാണ്. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവരെ പുറത്താക്കാൻ ഈസിയാണ് എന്ന് പിങ്കി പറയുന്നുണ്ട്. അപ്പോൾ അത് മോഹിനിക്കും അങ്ങനെ തോന്നിയെന്നും ആ ഒരു രഹസ്യം എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത് ഇങ്ങനെ ഒരു സംശയം നമുക്കുണ്ട് എന്ന് ഗൗതമിനോട് അറിയിച്ചു കഴിഞ്ഞാൽ ഗൗതമിനും അത് മനസ്സിലൊരു കരടായിട്ട് നിൽക്കും. അങ്ങനെ ഗൗതമിനെ കൊണ്ട് തന്നെ ഇത് സത്യം തെളിയിക്കാം എന്ന് മോഹിനി പറയുകയും ആദ്യം പിങ്കി ഒന്ന് തയങ്ങി നിന്നു. ഇനിയിപ്പോൾ ഗൗതമിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗതം കേൾക്കോ? കാരണം ഗൗതമും മഹേശ്വരൻ അച്ഛനും ലക്ഷ്മിയും നന്ദയൊക്കെയാണ് ഇവിടുത്തെ അവസാന വാക്ക്. അതിൽ കാരണവത്തി എന്ന് പറയുന്നത് ഞാൻ എന്തിനാണ് ഇരിക്കുന്നത് എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗൗതമിനോട് എങ്ങനെ പറയും എന്ന് ആലോചിച്ചിട്ട് പിന്നെ അവസാനം പിങ്കി തന്നെ വിചാരിക്കുന്നുണ്ട് എന്തായാലും ഇത് പറയാമെന്ന്. അങ്ങനെ പിങ്കി ഈ ഒരു കാര്യം നമ്മുടെ ഗൗതമിനോട് അറിയിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പക്ഷെ ഗൗതം ഭയങ്കര ടെൻഷനിൽ ഗൗതം അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പിങ്കി പോയി ഗൗതമിനോട് പറയുന്നത് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഗൗതമിനോട് പറയാനുണ്ട്, ഗൗതമിന് ഗാഥയും സുജാതയും പറ്റി എന്തെങ്കിലും അഭിപ്രായമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയും ഇങ്ങനെ അച്ഛൻ പതിവില്ലാതെ കുടിക്കുന്നത് ഗൗതം കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഗൗതം പറയുന്നുണ്ട് ഇല്ല, അച്ഛൻ വല്ലപ്പോഴും അതും രാത്രിയൊക്കെ കുടിക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ അച്ഛൻ അങ്ങനെയല്ല, ഇപ്പോൾ വലിയച്ഛൻ രാവിലെ തൊട്ട് കുടിക്കാൻ തുടങ്ങുന്നതാണ്, എപ്പോഴും ഭയങ്കര ടെൻഷനായിരിക്കും. പിന്നെ സുജാതയും ഗാഥയും ഇതുവരെ കണ്ടിട്ട് പോലുമില്ല, പോയി കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവരുടെ അച്ഛൻ്റെ ജീവൻ രക്ഷിച്ച ആളല്ലേ, എന്നിട്ട് അച്ഛൻ കാണാൻ പോലും തയ്യാറായില്ല എന്നൊക്കെ പിങ്കി പറയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം കേട്ടപ്പോൾ ഗൗതം തിരിച്ച് മറുപടിയും കൊടുക്കുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല, ഇപ്പോൾ അച്ഛൻ എന്തെങ്കിലും ടെൻഷൻ കാണും അതായിരിക്കും കുടിക്കുന്നത്. പിന്നെ ഇപ്പം അച്ഛൻ്റെ ജീവൻ രക്ഷിച്ചത് സുജാതയുടെ ഭർത്താവല്ലേ, അപ്പൊ പിന്നെ സുജാതയല്ലല്ലോ, അപ്പൊ പിന്നെ സുജാതയെ പോയി നോക്കേണ്ട ആവശ്യം എന്താണ്? പിന്നെ സുജാത ഒരു സ്ത്രീയല്ലേ, അപ്പൊ അച്ഛൻ അങ്ങനെ ഒരാളെ പോയി ഇങ്ങനെ ചോദിക്കുന്നോ സംസാരിക്കുന്നോ ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കാം എന്നൊക്കെ പിങ്കി പറയുന്ന സംശയങ്ങൾക്കെല്ലാം ഗൗതം മറുപടി കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ വീണ്ടും പിങ്കി ഓരോ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ നന്ദ മുമ്പ് അച്ഛന് കണ്ണെടുത്താൽ കണ്ടുടായിരുന്നു. നന്ദ വരുമ്പോൾ തന്നെ അച്ഛൻ ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ നന്ദയെ ആണ് അച്ഛൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും അല്ലെങ്കിൽ നന്ദയോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും നന്ദയും അച്ഛനും എപ്പോഴും ഒരുമിച്ചായിരിക്കും എന്നൊക്കെ ഗൗതമിനോട് പറയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം കേട്ടപ്പോൾ ഗൗതം പറഞ്ഞത്
ഇപ്പം ഒരുപാട് നാളുകൾ അവർ പിണങ്ങിയല്ലേ ഇരുന്നത്. ഇപ്പോൾ അവർ തമ്മിൽ സന്തോഷത്തോടെ നിൽക്കുന്നത് പിങ്കിക്ക് കാണുമ്പോൾ എന്താ കണ്ണിൽ കടിയുണ്ടോ, അല്ലെങ്കിൽ എന്താ പിങ്കിക്ക് എന്താ ഇത് കണ്ണിൽ കാണാൻ പറ്റത്തില്ലേ, അവർ സന്തോഷത്തോടെ നിൽക്കണ്ടേ, അത് നല്ല കാര്യമല്ലേ എന്നൊക്കെ ഗൗതം ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും പിങ്കിക്ക് അത്ര ഒന്നും രസിക്കുന്നില്ല. വീണ്ടും വീണ്ടും മഹേശ്വരൻ എന്തോ കാര്യം ഒളിപ്പിക്കുന്നുണ്ട് എന്ന് തന്നെ വീണ്ടും 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 പിങ്കി ഗൗതമിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൗതം ദേഷ്യത്തോടെ പറഞ്ഞത്, നിനക്ക് അത്ര സംശയമാണെന്നുണ്ടെങ്കിൽ നീ അവരോട് തന്നെ പോയി ചോദിക്കുക, എന്നോട് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗതം ദേഷ്യത്തോടെ പോയി. എങ്കിലും ഗൗതമിന്റെ മനസ്സിൽ അത് ഇങ്ങനെ പിങ്കി പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിങ്കി പറഞ്ഞതെല്ലാം ശരിയല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും രഹസ്യമില്ലാതെ ഇങ്ങനെയൊക്കെ പെരുമാറുമോ, രാവിലെ അച്ഛൻ കുടിക്കുമോ എന്നൊക്കെ ഗൗതം മനസ്സിൽ പറയുന്നുണ്ട്. അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗൗതമിന്റെ ഒരു പെരുമാറ്റമൊക്കെ കണ്ടപ്പോൾ നന്ദയ്ക്ക് എന്തൊക്കെ സംശയം തോന്നി. അങ്ങനെ നന്ദ കാര്യം പോയി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗൗതം ഇങ്ങനെ പറയുകയും, എന്നാൽ അച്ഛൻ അങ്ങനെയൊന്നും ഇല്ല, ഇപ്പോൾ സുജാത ആന്റിയെ ഇങ്ങനെ നോക്കാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ അവരെ മറ്റൊരു സ്ത്രീയെ മുഖം ഇങ്ങനെ അവരെ ഇങ്ങനെ പരിപാലിക്കുന്നതോ അല്ലെങ്കിൽ അവർ നോക്കുന്നതോ ഒന്നും അച്ഛൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കാം. പിന്നെ ഇപ്പൊ ഗാഥ ഇവിടെ സ്വാഭാവികമായിട്ട് നിന്നത് കൊണ്ട് തന്നെ അച്ഛൻ ഇഷ്ടമല്ലേ, അല്ലാതെ നിങ്ങൾ പിങ്കിയോ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും പറയുന്നത് പോലത്തെ ഒരു കാര്യവും ഒരു സംശയവും അച്ഛൻ്റെ മേലിലില്ല എന്നൊക്കെ അവിടെ നന്ദ പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഇതെല്ലാം കേട്ടപ്പോൾ ഗൗതമിന് ഏകദേശം സംശയങ്ങളെല്ലാം തീർന്നു. അതുമാത്രമല്ല, എന്തായാലും അച്ഛൻ നല്ല ഒരു ശുദ്ധനാണ്, മറ്റൊരാളെ അച്ഛൻ നോക്കുക പോലും ഇല്ല, അമ്മയെ മാത്രമേ നോക്കത്തുള്ളൂ. പക്ഷേ അങ്ങനെയല്ലല്ലോ ഗൗതം സാറ് ഇപ്പോൾ മകൻ അത്ര നല്ലതൊന്നും അല്ല എന്ന് ഗൗതമിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് നന്ദ പറയുകയും, അതാ നീ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ പിങ്കി എന്ന ഒരാളാണ് അതിന് തെളിവെന്നും കല്യാണത്തിന് മുന്നേ പിങ്കിയെ സ്നേഹിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതമിനോട് നന്ദ കളിപ്പിച്ച് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഗൗതം എൻ്റെ ആ മഹേശ്വരനെ പറ്റിയുള്ള ആ ഒരു സംശയങ്ങളെല്ലാം ഗൗതമിന്റെ മനസ്സിൽ നിന്ന് മാറി. ഗൗതം നല്ല ഹാപ്പിയാണ്. പക്ഷെ നന്ദ മാറി നിന്ന് തന്നെ മനസ്സിൽ പറയുന്നുണ്ട്, അച്ഛൻ അങ്ങനെ മറ്റൊരു സ്ത്രീയെ നോക്കത്തില്ല എന്ന് പറയുന്നത് എന്ത് കള്ളമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ അങ്ങനെ സ്നേഹിച്ചത് കൊണ്ടാണ്, അമ്മയെ മറന്ന് അച്ഛൻ സ്നേഹിച്ചത് കൊണ്ടാണ് ഗാഥ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പിറന്നത്. ഇത് ഇനി എത്ര നാളെ ഞാൻ ഇനി ഈ ഒരു സത്യങ്ങളെല്ലാം ഗൗതം സാറിൽ നിന്ന് മറച്ചു വെക്കും. ഇപ്പോൾ എനിക്ക് കുറച്ചൊക്കെ പറഞ്ഞ് സമാധായി ആ ഒരു സംശയം മാറ്റാനായിട്ട് സാധിച്ചു. ഇനി എത്ര നാൾ ഞാനിങ്ങനെ കബളിപ്പിക്കും എന്നൊക്കെ നന്ദ മനസ്സിലിങ്ങനെ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഉടനെ തന്നെ ഈ ഒരു രഹസ്യങ്ങൾ പുറത്താകും എന്ന് തന്നെയാണ് നന്ദയും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സുജാതയെ പോയി കണ്ടു. സുജാതയോട് ഓരോ കാര്യങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ സുജാതയും പറയുന്നത്, ഇനി എത്ര നാൾ ഇങ്ങനെ നടക്കാനാണ്, ഇനി എത്ര നാൾ ഇങ്ങനെ നിൽക്കും, എനിക്ക് ഒരിക്കലും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം ലക്ഷ്മി അത്രത്തോളം എന്നെ കെയർ ചെയ്യുന്നുണ്ട്, എത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ച് ഞാൻ അവരോട് ചെയ്യുന്നത് ക്രൂരതയല്ലേ എന്നൊക്കെ എനിക്കൊരു കുറ്റബോധമുണ്ട് എന്ന് നന്ദയോട് സുജാത പറയുമ്പോൾ നന്ദ പറഞ്ഞത്, അങ്ങനെ അമ്മ കുറ്റബോധം കാണിക്കേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എത്രത്തോളം ഒഴിഞ്ഞു മാറിയെങ്കിലും അമ്മയെ കബളിപ്പിച്ച് ഇത്രത്തോളം ഈ ഒരു കുഴിയിൽ കൊണ്ട് ചാടിച്ചത് മഹേശ്വരൻ അച്ഛനല്ലേ. അതുകൊണ്ട് സുജാതാൻ്റെ ഒരു ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ സുജാതാൻ്റെ ഒരു തെറ്റുമില്ല എന്നൊക്കെ നന്ദ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ രാവിലെ തന്നെ സുജാതയെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ആഹാരമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗാഥ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഗാഥയും സുജാതയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ പവിത്ര കയറി വരുന്നത്. എന്നിട്ട് സുജാതയ്ക്കൊക്കെയുള്ള ചായം കൊണ്ടാണ് പവിത്ര വരുന്നത്. എന്നിട്ട് അതിൻ്റെ കൂടെ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സുജാതയ്ക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടോ, ഇവിടെ എല്ലാം ഓക്കെ ആണോ, ഈ ഒരു ഫുഡോ അല്ലെങ്കിൽ ഇവിടുത്തെ സൗകര്യം എല്ലാം ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പം ഗാഥ വേറെ ഒരാളല്ലല്ലോ, ഗാഥയ്ക്ക് ഇവിടെ ഒന്നും കുഴപ്പവും കാണത്തില്ല. കാരണം ഗാഥ ഈ വീട്ടിലെ കുട്ടിയല്ലേ എന്ന് അവിടെ പവിത്ര പറയുന്നുണ്ട്. അപ്പൊ അത് കേട്ടപ്പോൾ പവിത്രയുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ഗാഥയും സുജിത ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. കാരണം അവർ സത്യങ്ങൾ അറിഞ്ഞിട്ടാണോ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊരു ഷോക്കിലാണ് അവർ നിൽക്കുന്നത്. ഇവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും മഹേശ്വരന്റെ ചതി പുറത്താകാനുള്ള എല്ലാ സാധ്യതകളും കണ്ടുവരുന്നുണ്ട്. ആ ഒരു രഹസ്യത്തോടാണ് എല്ലാവരും അടുത്തോണ്ടിരിക്കുന്നത്. പിങ്കിക്കും മോഹിനിക്കും നല്ല സംശയമുണ്ട്. അപ്പൊ ഇനി ഈ ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവരും ശ്രമിക്കുന്നത്. അപ്പോൾ ഇനി രഹസ്യം പുറത്താകുമോ ഇല്ലയോ, ഇനി പുറത്തായി കഴിഞ്ഞാൽ ഇനി ഇന്ത്യവരത്തിൽ ഇനി എന്തൊക്കെ പൊട്ടിത്തെറികളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരെയും ബൈ.